ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് ഇവർക്കെല്ലാം അഡ്മിഷൻ കിട്ടി കാണും. അതിനുശേഷം ഇവിടെ ഹുവാന് ഫ്രണ്ട്സിനെ കണ്ടിട്ട് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവളുടെ അമ്മയച്ഛനും കൂടെ നീ ഫ്രണ്ട്സിന്റെ കൂടെ ഡിന്നർ കഴിക്കാൻ പോകുന്ന പറഞ്ഞോണ്ടല്ലേ നിനക്ക് അധികമൊന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാത്തെന്ന് പറഞ്ഞിട്ട് ഉള്ളത് ഇവൾ കഴിക്കാൻ വേണ്ടി കൊടുക്കും. അപ്പോഴാണ് ഇവളും ഹോട്ടലിലെ ഫുഡ് കഴിക്കുന്നതിനേക്കാളും എൻ്റെ അമ്മയുടെ ഫുഡ് എനിക്ക് വലുതെന്ന് പറഞ്ഞ് അവൾ കുറച്ച് ഷോയൊക്കെ ഇറക്കുമ്പോൾ ഇവളുടെ അമ്മയാണ് കണ്ടുപിടിക്കും. മിക്കവാറും ഇവളുടെ ഫ്രണ്ട്സൊക്കെ ഇവളെ ശല്യമായതുകൊണ്ട് പറഞ്ഞയച്ചായിരിക്കുന്നത്. അങ്ങനെ അതേപോലെ ക്ലാസ് ലീഡറും ബോയ് ഫ്രണ്ടോടെ കറങ്ങാൻ വേണ്ടിയാ ഇവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ച്. അങ്ങനെ അതുകൊണ്ട് അവള് ചമ്മിപ്പോയിരിക്കുമ്പം ഇവളുടെ അച്ഛനും നിന്റെ ഫ്രണ്ടിനെ പോലെ നീ ഇപ്പോഴും ഡേറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവളെ വാൺ ചെയ്യും. പക്ഷെ ഇതേക്കുന്ന അമ്മയാണ് അതെന്തോ അവൾക്ക് പ്രായമായില്ലേ, അവൾക്കൊരു ബോയ് ഫ്രണ്ട് കാണും, അല്ലാതെ പിന്നെ അവൾക്ക് അവളുടെ കോളേജൊക്കെ എൻജോയ് ചെയ്യണ്ടേ. ഇതിന് അമ്മ സപ്പോർട്ട് ചെയ്യുമ്പം അച്ഛനാണ് എതിർത്തിട്ട് പഠിക്കുന്ന പിള്ളേരെ പഠിക്കാൻ സമ്മതിക്കാതെ നീ എന്തോ വഴി സംസാരിക്കുന്ന പറഞ്ഞിട്ട് അവർ രണ്ടും കൂടെ തർക്കിച്ചോണ്ടിരിക്കും. പക്ഷെ ഇതേ സമയം ഹുവാനാണ് ഇതൊന്ന് മൈൻഡ് ചെയ്യാതെ അവൾ അവിടെ നിന്ന് വെട്ടി വെഴിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അമ്മയും ഹുവാൻ നീ നിന്റെ അച്ഛനെ പോലെ കഴിക്കുവാണല്ലേ, എനിക്കൊരു ചോദ്യമുണ്ട്, നീ പഠിച്ച സ്കൂളിലെ നിന്നെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിന്റെ പുറയിലെങ്കിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്നതിന് അമ്മയും ചോദിക്കുമ്പോഴാണ് അവളാണ് സോങ്ങിനെ കുറിച്ച് ആലോചിച്ച് നോക്കും. പക്ഷെ അമ്മയോട് എന്നെ ആരും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഇവള് ചുമ്മാ പറയുമ്പം ഇത് കേട്ട അവളുടെ അമ്മയും പിന്നെ ഇങ്ങനെ വെട്ടി വെഴിക്കൊണ്ടിരുന്ന നിന്നേക്ക് ആര് നോക്കൂടി എന്ന് പറഞ്ഞിട്ട് അമ്മ അവളെ മൊത്തത്തിൽ അങ്ങ് നാറ്റിച്ചങ്ങ് ഇടും. കൂടാതെ ഇനിയിപ്പോ ജിങ്ഷിയും സോങ്ങും കൂടെ ഇവളൊരു പെങ്കൊച്ചായിട്ട് കണ്ടു കാണത്തില്ലെന്ന് പറയും. അതുകൊണ്ട് അവന്മാരിന്ന് ഇഷ്ടം പറയാത്തെന്ന് പറഞ്ഞ് ഇവിടെ അമ്മ അവളെ കളിയായിക്കൊണ്ടിരിക്കുമ്പം അവൾ അച്ഛനെ സപ്പോർട്ടിന് വയ്ക്കും. അതുകൊണ്ട് അച്ഛനും എന്റെ മോളെ കുറിച്ച് ചുമ്മാ അനാവശ്യമൊന്നും പറയില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ പുറകെ കുറെ ആമ്പിള്ളേരെ കൊല്ലുമെന്ന് പറയും. പക്ഷെ എന്നാലും നീ ഒരു ബോയ് ഫ്രണ്ട് പോലെ സെറ്റ് ആക്കലെന്ന് പറഞ്ഞ് അവളെ കുറെ അഡ്വൈസ് ചെയ്യും. അതിനുശേഷം ഇവിടെ ഹുവാന് റൂമിലേക്ക് വരുമ്പോഴാണ് ഇവളുടെ അമ്മയാണ് കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, നേരത്തെ തന്നെ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം സോങ് എന്തായാലും നേരത്തെ പോവാ, അതുകൊണ്ട് അവന്റെ കൂടെ ജിങ്ഷിയും പോകുന്നോന്ന് ഇവളോട് ചോദിക്കുമ്പം ഇവൾ അതിനെ കുറിച്ചൊന്നും അറിയത്തില്ലെന്ന് അറിയും. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ജിങ്ഷി എന്നോട് അധികം ഒന്നും മിണ്ടുന്നില്ലെന്ന് അവളും പറയുമ്പം അവിടേക്ക് വരുന്ന അച്ഛനാണ് എങ്കിൽ പിന്നെ മോളെ കോളേജിലാക്കാൻ ഞാൻ അമ്മയും കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കും. അതോടെ അവളാണ് ടെൻഷനായിട്ട് അയ്യോ എന്റെ പൊന്നച്ച, എന്റെ ഫ്രണ്ട്സ് ആരും തന്നെ കോളേജ് ഇങ്ങനെ പാരന്റ്സിനെ കൊണ്ട് പോകുന്നില്ല, നിങ്ങൾ വന്ന് എനിക്ക് നാണക്കേടായി പോകും എന്നിന് ഇവളും പറയുമ്പം അവരുടെ ഞങ്ങൾ എന്തോ എന്താ നാണക്കേടെന്ന് പറഞ്ഞ് അവളായിട്ട് തർക്കിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവള് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളെന്ന് പറഞ്ഞിട്ട് ഇവരെ അങ്ങ് പറഞ്ഞയക്കും. അങ്ങനെ അതിനുശേഷം ഇവളെ വന്ന് ട്രെയിനൊക്കെ ബുക്ക് ചെയ്യുമ്പോഴാണ് ഇവള് ജിങ്ഷിയോട് ചോദിക്കാൻ വേണ്ടി മെസ്സേജ് അയച്ച് അവന്റെ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അതിനൊന്നും റിപ്ലൈ ചെയ്യാതെ ഇവള് ഫ്രീ ആണ് പുറത്തു വന്ന് ഇവനെ കാണാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് അവളാണ് സന്തോഷത്തി ഇപ്പോഴെങ്കിലും ഇവൻ മെസ്സേജിന് റിപ്ലൈ ഇട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവനെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഓടി ചെല്ലും. അതിനുശേഷം അവൾ എന്തുവാടാ മെസ്സേജ് അയച്ച റിപ്ലൈ ചെയ്യാതെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ അവനും പെട്ടെന്ന് ഇവളുടെ പൈസ കൊടുത്തിട്ട് സോങ്ങിന്റെയും മറ്റെല്ലാവരുടെയും ബുക്ക് വിറ്റതിന്റെ പൈസയാന്ന് പറയും. അപ്പോഴാണ് അത് വാങ്ങിച്ചിട്ട് അവളാണ് എങ്കിൽ പിന്നെ ഈ പൈസ കൊടുക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും പിന്നല്ലേ ഇതെന്തിനാ അവനും ഒന്നും പറയാതിരിക്കുമ്പം ഇവളെങ്കിൽ പിന്നെ കോളേജിൽ പോകുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള അകൽച്ച കാരണം എന്നോടൊന്നും പറയല്ലേ ചോദിക്കും. അങ്ങനെ ഇത്രയും ദിവസം ഇവളോട് എന്തോ ഒന്നും മിണ്ടാത്തെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം അവൻ ഈ വെബ്സൈറ്റുകാരന് ബിസിയാന്ന് പറഞ്ഞ് ഇവളോട് ചുമ്മാ കള്ളം പറയും. എന്തായാലും നമ്മൾ വെക്കേഷൻ സമയത്തൊക്കെ തിരിച്ച് വീട്ടിലല്ലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് കണ്ടുകൂട്ടാന്ന് പറഞ്ഞ് ഇവളെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാലും അവളും കോളേജ് അഡ്മിഷൻ കിട്ടിയ സന്തോഷം ഉണ്ടെങ്കിലും ഇപ്പൊ ഇവന്റെ അടുത്തുനിന്ന് കുറെ അകന്നു പോകുന്നുണ്ട്, അവൾക്കതൊരു സങ്കടം കാണും. അങ്ങനെ ആ കാര്യം അവളും ഇപ്പൊ ഇവനോട് പറയുമ്പോഴാണ് ഇവനാണ് അപ്പൊ എന്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് ഇവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടാൻ ചോദിക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ നീ അങ്ങനെ തന്നെ വെച്ചോ, ശരിയെന്നാ എങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഹഗ് ചെയ്തോടെ എന്നിന് ഇവള് സങ്കടത്തോടെ അവനെ ഒന്ന് ഹഗ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കാണുന്ന ജിങ്ഷിയാണ് സൈഡിൽ ചിരിച്ചോണ്ടിരിക്കും. കാരണം അവൻ ചുമ്മാ സോങ്ങിന്റെ കൂടെ പഠിക്കാൻ പോകുന്ന പോലെ ആക്ട് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ സത്യത്തിൽ ഇവളുടെ കോളേജ് അവന് കിട്ടിയ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവരുടെ കോളേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഹുവാന്റെ അച്ഛനമ്മയും കൂടെ അവളെ സേഫ് ആയിട്ട് പോകാൻ പറഞ്ഞ് അവൾക്ക് ബായ് പറഞ്ഞയക്കും. അങ്ങനെ അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടാണ് നമ്മുടെ മോൾ ആദ്യമായിട്ട് ആ വീട്ടിൽ നിന്ന് അകന്നു പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവരുടെ സംഘടിച്ച് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇപ്പൊ ഹുവാൻ പഠിക്കുന്ന കോളേജ് കാണിക്കുവാണ്. അങ്ങനെ അവള് ലക്കേജ് ആയിട്ടൊക്കെ അവളുടെ ഹോസ്റ്റൽ തപ്പി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവള് ജിങ്ഷിക്ക് മെസ്സേജ് അയച്ച് ഇവൻ അവന്റെ കോളേജ് എത്തുകയും ചെയ്യിക്കും. അങ്ങനെ ഇവൾക്ക് എപ്പോഴും അവനെ കുറിച്ചുള്ള ഓർമ്മ. അതിനുശേഷം അവള് ലക്കേജ് എടുത്തിട്ട് പോകാൻ നോക്കുമ്പോൾ ഇവൾക്കാണ് വെയിറ്റ് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് പറയുന്ന ജിങ്ഷിയാണ് ഇവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അതോടെ ഇവളാണ് ഷോക്കായിട്ട് ജിങ്ഷി നീ എന്ത് ഇവിടെ ചെയ്യുന്നത് എന്നിന് അവൾ ചോദിക്കുമ്പോൾ അവന് ചിരിച്ചോണ്ട് ഞാൻ ഈ കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കും. പക്ഷെ അവൾക്കാണ് ഇത് കേട്ടിട്ട് ദേഷ്യം വരുത്തിയുള്ളു. കാരണം ഇത്രയും ദിവസം ഇവളോട് ഈ സത്യം പറയാതെ മറച്ചു വെച്ചതിന്. അങ്ങനെ അതുകൊണ്ട് അവൾ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇവൻ എന്നെ കണ്ട് അത്ര സന്തോഷമായെന്ന് പറഞ്ഞിട്ട് ഇവളെ ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും എന്റെ ലക്കേജൊക്കെ ഇനി കൊണ്ടുപോകാറിയാന്ന് പറഞ്ഞിട്ട് അവന്റെ നിന്ന് വാങ്ങിച്ചോണ്ട് പോകുമ്പോൾ ഇവനിപ്പോ എന്നോട് ദേഷ്യത്തിലാണെന്ന് പറഞ്ഞ് അവളെ സമാനപ്പെടുത്താൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവളും ഒരു വമ്പൻ സർപ്രൈസ് ആയി പോയി കേട്ടോ, നിന്നെ കുറിച്ച് ഓർത്ത് ഞാൻ വെക്കേഷൻ ഫുള്ളും വിഷമിച്ചിരിക്കുമായിരുന്നു, എന്നിട്ട്
ഇപ്പം വന്ന് നീ എന്റെ കോളേജിലാണ് പഠിക്കുന്നതെന്ന് പറയുന്നു. ഏതിന് അവളും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് കറക്റ്റ് ഇവളുടെ ഫ്രണ്ട് ഇവളുടെ ഒരു സീനിയർ വന്ന് നിൽക്കും. അങ്ങനെ ഇവന്റെ പേര് ടെൻഷി. അങ്ങനെ അവന് ഹുവാനെ കണ്ടിട്ട് നിനക്കെന്നെ ഓർമ്മയുണ്ടോന്ന് പറഞ്ഞ് അവൻ ചോദിക്കും. കാരണം ഇവരുടെ കൂടെ അതേ സ്കൂളിലാണ് ഇവൻ പഠിച്ചത്. പക്ഷെ ഇവരുടെയൊക്കെ സീനിയർ ആണെന്നേ ഉള്ളു. അതുകൊണ്ട് അവളാണ് സന്തോഷത്തി ഓ നൈസ് ടു മീറ്റ് യു സീനിയർ എന്ന് പറഞ്ഞിട്ട് അവനോട് ചെറിയ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ജിങ്ഷിയും ഞാൻ ആ സ്കൂളിലാടെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് അവന് പരിചയപ്പെടുമ്പം ഇവനാണ് അവനെ മൈൻഡ് ചെയ്യാതെ എങ്കിൽ പിന്നെ ഞാൻ ഫാർമസി ആയതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് അവളെ ഹോസ്റ്റലിലേക്ക് വിളിച്ചോണ്ട് പോകും. ഇതേ സമയം ജിങ്ഷി കൂടെ വരാന്ന് പറയുമ്പോൾ ഹുവാൻ ഇവനോടുള്ള ദേഷ്യം കാരണം ആ സീനിയറിന്റെ കൂടെ അവിടെ നിന്ന് പോകും. അതുകൊണ്ട് ഇത് കണ്ടോണ്ടിരിക്കുന്ന ജിങ്ഷിയും ഇപ്പൊ അവസാനം ഞാൻ ഒറ്റയ്ക്കായെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ നിൽക്കും. അപ്പോഴാണ് ഇവിടെ ടിൻഷിയാണ് ഇവളൊന്ന് ലൈബ്രറി വെച്ചൊരു ബുക്ക് ഇവനെ എടുത്തോണ്ടെന്ന് അറിയും. പക്ഷെ അവനെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോഴാണ് ഇതേക്ക് അവളാണ് ഷോക്കായിട്ട് ഓ അപ്പൊ ഞാൻ ലൈബ്രറി വെച്ച ബുക്ക് നീ ആയിരുന്നു എടുത്തത്, അതുകൊണ്ട് എനിക്ക് തപ്പിയിട്ട് എവിടെയും കിട്ടാത്ത എന്നിന് ഇവളും പറയുമ്പോൾ അവനെങ്കിൽ പിന്നെ ആ ബുക്ക് നാളെ തന്നെ കൊണ്ടുവന്ന് തരാന്ന് പറയും. പക്ഷെ അവളാണ് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇവന്റെ തന്നെ ഇരിക്കട്ടെന്ന് പറഞ്ഞ് അവൾക്കത് വേണ്ടെന്ന് പറയും. അങ്ങനെ രണ്ടുപേർക്ക് ഒരേ ടേസ്റ്റ് ഉള്ള. അതേസമയം ജിങ്ഷിയും ഹുവാൻ കോളേജിൽ സേഫ് ആയിട്ട് എത്തിയെന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മയ്ക്ക് മെസ്സേജ് അറിയും. കാരണം ഇവൻ ഈ കോളേജിൽ പഠിക്കുന്ന കാര്യം അവളുടെ അമ്മയ്ക്ക് മുമ്പേ തന്നെ അറിയാം. അതുകൊണ്ട് ജിങ്ഷിയും ഈ കാര്യം അവളോട് മാത്രം പറയാതിരിക്കാൻ വേണ്ടി അവളുടെ അമ്മയോട് ചോദിച്ചാണ്. അങ്ങനെ അതുകൊണ്ടാണ് അവർ ഈ കാര്യം അവളോട് പറയാതെ ഒരു സർപ്രൈസ് ആയിട്ട് മറച്ചു വെച്ചിരുന്നത്. അങ്ങനെ അതൊക്കെ ഇവൻ ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വേറൊരു പയ്യനും വന്നിട്ട് എന്തോ ഒളിയെ നോക്കുന്നതെന്ന് പറഞ്ഞ് ഒളിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ജിങ്ഷിയും പേടിച്ചിട്ട് ആരുടെ നീയും കമ്പ്യൂട്ടർ സയൻസ് അല്ലാണോ ഏതിന് ഇവനും ചോദിക്കുമ്പോൾ അവനാണ് എന്റെ പേര് ഷവ്യു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. കൂടാതെ റൂം നമ്പർ ചോദിക്കുമ്പോൾ അവന്റെ റൂംമേറ്റ് ആണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ജിങ്ഷിയെ വിളിച്ചോണ്ട് അവിടെ നോമ്പിലാണ് ഇവൻ എന്റെ ലക്കേജ് എടുത്തോണ്ട് എവിടെ പോന്നറാന്ന് പറഞ്ഞിട്ട് അവന്റെ പുറത്തിന് ഓടിച്ചില്ലും. അതേസമയം ഇവിടെ ഹുവാന് ആ സീനിയർ വന്ന് കൊണ്ടാക്കുമ്പോഴാണ് ഇവളെങ്കിൽ പിന്നെ ഇവിടം വരെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവന്റെ റൂമിലേക്ക് എറിച്ചില്ലും. അതിനുശേഷം അവളുടെ റൂംമേറ്റിന്റെ കൂടെ പരിചയപ്പെടുമ്പോഴാണ് ഇവനെങ്കിൽ പിന്നെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കാണുന്ന ഇവളുടെ റൂംമേറ്റ് ആണ്. ഇപ്പൊ കൂടെ വന്ന പയ്യൻ ഇവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവളും ബോയ് ഫ്രണ്ട് ഒന്നല്ല, ഞങ്ങൾ ഇപ്പോഴേ താഴ്ച മീറ്റ് ചെയ്തെന്ന് പറയും. കൂടാതെ ഇവൻ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇവളെ കുറെ ചോദ്യം ചെയ്യുമ്പോൾ ഹുവാനും പേടിച്ചിട്ട് എനിക്ക് ആരും ഇഷ്ടമല്ലെന്ന് പറയും. അപ്പോഴാണ് അവിടേക്ക് വേറെ രണ്ട് സീനിയേഴ്സും ഇവരുടെ റൂംമേറ്റിനെ അവിടെ കൊണ്ടാക്കിയിട്ട് പോകുന്നത്. ഇവളുടെ പേര് ഷൗലി. അപ്പോഴാണ് ഇത് കേട്ട് മറ്റേ റൂംമേറ്റും എന്റെ പേര് ഹുവാൻ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ പരിചയപ്പെടും. കൂടാതെ ഹുവാനാണ് ഒരു റൂമിൽ 4 പേരല്ലേ എന്ന് പറഞ്ഞിട്ട് മറ്റേ കൊച്ചു എന്തെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ ഹുവാങ്ങും മറ്റേ കൊച്ചു രാവിലെ തന്നെ ലൈബ്രറി പഠിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് ആ കാര്യം പറഞ്ഞ് ഇവരെ ഷോക്കാക്കും. ഇതേ സമയം ഇവിടെ ഷവ്യും ജിങ്ഷി റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അളിയാ അവിടെ ഇരിക്കുന്ന നിന്നെ കണ്ടാ പോലും മിണ്ടത്തില്ല, അവിടെ നീ മൈൻഡ് ചെയ്യണ്ട. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് നീ നമ്പർ 1 ആയിരുന്നല്ലേ, നിന്റെ പേര് ഞാൻ കണ്ടായിരുന്നു. അളിയാ ഞാൻ നമ്പർ 2 അവിടെ നമ്മൾ രണ്ടുപേരും കട്ട ഫ്രണ്ട്സ് ആയിരിക്കണം എന്നിന് അവന് ജിങ്ഷിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് കണ്ട് ജിങ്ഷിയാണ് ഇവന്റെ അടുത്ത് നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് അവനും എന്നെ പോലെ വർക്കൗട്ട് ഒന്നും ചെയ്യത്തില്ല അളിയാന്ന് പറഞ്ഞിട്ട് ഇവനും കുറച്ച് ഷോയെ കാണിച്ച് ജിങ്ഷിയുടെ ടേബിളൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കും. ഇത് കാണുന്ന അവനാണ് എന്തുവാണ് നീ കാണിക്കുന്നത്, ഭയങ്കര ഡിസിപ്ലിൻ ആണെന്ന് തോന്നില്ല എന്നിന് ഇവനും ചോദിക്കുമ്പോൾ തന്നെ ഒന്നും കൂടെ ഷവ്യുവിനെ ഹഗ് ചെയ്തിട്ട് നമ്മൾ രണ്ടൊരു കട്ട ഫ്രണ്ട്സ് അളിയാന്ന് പറഞ്ഞ് വീണ്ടും കുറെ ടിഷ്യൂ പേപ്പർ കൊടുത്തിട്ട് പോകും. അതേസമയം ഇവിടെ സോങ് അവന്റെ റൂംമേറ്റ് ആയിട്ടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ റൂമിലും ഒരു പയ്യനെതിരെ വന്നു കാണത്തില്ല. പക്ഷെ അവനാണ് ഈ കോളേജിലെ ടോപ്പർ. അതുകൊണ്ട് സോങ് ആണ് ഇവനെക്കാളും കുറെ ടോപ്പേഴ്സ് ഉള്ളതുകൊണ്ട് അവനും കുറച്ച് സങ്കടത്തിരിക്കും. അതിനുശേഷം അവന് ഫോൺ വിളിച്ച് ജിങ്ഷി എപ്പോഴും എവിടേക്ക് വരുന്നെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൻ അപ്പോഴായിരിക്കും പറയുന്നത് അവന് ജസ്റ്റ് മിസ്സിന് സോങ് പഠിക്കുന്ന കോളേജ് അഡ്മിഷൻ കിട്ടിയതെന്ന്. അതുകൊണ്ട് ഇപ്പൊ ഹുവാന്റെ കോളേജിലാന്ന് അറിയും. അതുകൊണ്ട് ഇവനാണ് ഷോക്കായിട്ട് എന്തുവാ അപ്പൊ നീ രണ്ടാമത് ചോയ്സ് വച്ചായിരുന്നോ, എന്നിട്ട് നീ അന്ന് എന്തോടെ പറയാത്ത ഏതിന് ഇവനും ചോദിക്കുമ്പോൾ ജിങ്ഷി അത് പറഞ്ഞായിരുന്നെങ്കിൽ നീ മൊത്തത്തിൽ പാട്ടാക്കി പറഞ്ഞിട്ട് അവൻ അതുകൊണ്ടാ പറയത്തെന്ന് അറിയും. കൂടാതെ ഇത് ഹുവാൻ വെച്ചിരുന്ന സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഇതേക്കുന്ന സോങ് ആണ് മിക്കവാറും അവൾ സന്തോഷമല്ല നീ ചെയ്ത കാര്യം കണ്ട് ഷോക്കായി പോയി കാണുന്ന പറഞ്ഞിട്ട് ഇവൻ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യും. കൂടാതെ ജിങ്ഷിയും ഇവൻ പറഞ്ഞ പോലെ അവൾ ദേഷ്യത്തിലാന്ന് പറയുമ്പോൾ സോങ് എങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ അവളോട് ചെന്ന് സോറി പറയാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവനിങ്ങനെ സംസാരിച്ച് കേട്ട ഷവ്യാണ് ആരാളിയെ രാവിലെ കണ്ട പെങ്കൊച്ചാണ് നിന്റെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ് ഇവൻ പറയുന്നത് ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ജിങ്ഷി അതൊന്ന് മൈൻഡ് ചെയ്യാതെ ഇവിടെ ഹുവാന് മെസ്സേജ് അയച്ച് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാന്ന് പറഞ്ഞ് അവളെ വിളിക്കും. അപ്പോഴാണ് അവളും ദേഷ്യത്തി ഓ പിന്നെ നിന്റെ കൂടെ ആരാ ഡിന്നർ കഴിക്കാൻ പോകുന്നത് ഏതിന് അവളത് മൈൻഡ് ചെയ്യാതെ അവളുടെ ജോലി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ അമ്മയാണ് ഇവൾക്ക് മരുന്ന് കൊടുത്തയച്ചതിന്റെ കൂടെ തന്നെ ജിങ്ഷിക്കും കുറച്ച് മരുന്ന് അയച്ചേക്കും. അപ്പോഴാണ് അത് കണ്ട് അവളും ചിരിച്ചോണ്ട് എന്റെ അമ്മേ അപ്പൊ നിങ്ങൾക്ക് ഈ സത്യം അറിയായിരുന്നോ, എല്ലാരും കൂടെ എനിക്ക് തന്ന ഷോക്കായിരുന്നല്ലേ ഇത് ഏതിന് അവള് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ഇവളുടെ സീനിയർ ടിങ്ഷിയാണ് എന്ത് സഹായം വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു മെസ്സേജ് ഇടും. അപ്പോഴാണ് അവളും എന്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനെ രജിസ്റ്റർ ചെയ്യുന്ന ഇവളുടെ നമ്പർ കിട്ടിയതാന്ന് അറിയും. അങ്ങനെ ആ സീനിയറിന് ഇവളോടൊരു ഇഷ്ടമുണ്ട്. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.